ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് എവിടെയും മല്ലരിക്കൽ കോട്ടയം ജില്ലയല്ലേ ഏട്ടാ? തിരുവാർപ്പുകര മല്ലരിക്കൽ അല്ലേ, കോട്ടയം ജില്ല. ചേട്ടൻ്റെ പേരെന്നാ? കുഞ്ഞുമോൻ അല്ലേ? ശരി. ഞങ്ങൾ ഒരു വഞ്ചി വാടകയ്ക്കെടുത്ത് ആണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, ഞങ്ങൾ 6 മണിക്ക് ഇവിടെ എത്തിച്ചേരാമെന്ന് വിചാരിച്ചൊക്കെ വന്നത്. പക്ഷേ 6 മുതൽ ഏകദേശം 9 മണി വരെയൊക്കെ ഈ വെയിലാവണേക്കാളും മുമ്പ് എന്നുള്ള രീതിയാണ് അവർ ഉദ്ദേശിക്കുന്നതായിരിക്കും. ഏതായാലും ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്കും വെയിലൊന്നുമില്ല, ഭാഗ്യത്തിന് അല്ലേ? നല്ല അന്തരീക്ഷം. ഫുള്ള് അമ്പൽപ്പാടാ. ഇത് എത്ര ഏക്കർ ഉണ്ട് ഏട്ടാ? 1800 ഏക്കർ. അതെയോ? 300 ചില്ലം കൃഷിക്കാരുണ്ട് അല്ലേ? ഓ ഇത് നോക്കി, ഇതേ എന്തോരം കണ്ണത്താ ദൂരത്ത് അല്ലേ? ഇതേ നോക്കി, എന്ത് ഭംഗിയാ നോക്കി. ഇതേ കണ്ടോ, ഇന്നലെ ഒരാൾ പറഞ്ഞോളൂ മലരിക്കൽ പോകണമെന്ന് പറഞ്ഞു. ഇന്നലെ വൈകുന്നേരം പറഞ്ഞ. അങ്ങനെ രാത്രി പ്ലാനിട്ട് വെളുപ്പിന് 4 മണിക്ക് കയറണമെന്ന് പറഞ്ഞിരുന്നു അല്ലേ? പിന്നെ 5:45 പോകുന്നത്. ഏതായാലും വാലന്റൈൻസ് ഡേക്ക് പോവന്നില്ലാന്ന് വേണ്ട. നോക്കത്താ ദൂരത്ത് അങ്ങടൊക്കെ ഉണ്ട്, ആ ഏരിയയിലൊക്കെ ഉണ്ട്. ഇത് കണ്ടോ? അതെ ഇത് കണ്ടോ, നല്ല അമ്പൽപ്പാടം. വെള്ള അമ്പലം എവിടെയല്ലോ ഏട്ടാ? ഇത് അവിടെ വെള്ള അമ്പലുണ്ട്. ഇത് കണ്ടോ, കണ്ടോ അവിടെ വെള്ള അമ്പലമുണ്ട് ശരിക്കും. അങ്ങനെ നമ്മള് ഇതേ കണ്ടോ, ഇവിടെ വേമ്പനാട്ട് കായലല്ല ഏട്ടാ അടുത്ത്? ഓ അപ്പൊ അതിൽ നിന്നുള്ള വെള്ളം കയറണല്ലേ ഇത് മഴക്കാലത്ത്? അത് കഴിഞ്ഞിട്ട് നമ്മൾ അടിച്ചു കളയും. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ വെള്ള അമ്പലിന്റെ സ്ഥലത്ത് എത്തിട്ടോ. ഇത് കണ്ടോ, വെള്ള അമ്പല്. നല്ല ഭംഗിയില്ലേ നോക്കി. ഇവിടെ കുറച്ച് ഏരിയയിലുണ്ട് കേട്ടോ വെള്ള അമ്പല്. ഇവര് പാടം കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ പാടത്തുള്ള അമ്പല് നെൽകൃഷിക്ക് വേണ്ടി അത് കളയും. അത് കഴിഞ്ഞിട്ട് നെൽകൃഷി കഴിഞ്ഞ് പിന്നെ മഴക്കാലത്ത് ഇത് വീണ്ടും വെള്ളം നിറഞ്ഞ് ഇവിടെ അമ്പല് ഇതാവും. ഇവിടെ നന്നായിട്ട് പൂക്കളുണ്ട് അല്ലേ? ഇതേ കേട്ടോ, എന്ത് ഭംഗിയുള്ള ഏരിയ നോക്കിയല്ലേ. ഇവിടെ നിറച്ച അമ്പലാ. Voy a cantar esta canción con mucho cariño de mi corazón a la República Dominicana, la casa del merengue y la casa de la bachata. Voy a cantar esta canción con mucho cariño. ഇവിടെ ആളുകളൊക്കെ സ്ഥിരം വെള്ളമൊക്കെയാണോ എല്ലാ വീട്ടിലും ഉണ്ടോ? ഓ അതെയോ? അതെ, KSRTC 3 വണ്ടി വന്നിട്ടുണ്ടല്ലോ. നമ്മുടെ വണ്ടി ഫ്രണ്ടിൽ തന്നെ 2 ബസ് പോയില്ലേ, KSRTC ഉല്ലാസയാത്രയുടെ. ഇനിയാണ് നിറച്ചുള്ളടത്തേക്ക് കയറുകയാണേ അല്ലേ? ഇതേ കണ്ടോ, നന്നായി എന്റെ തല കെട്ടുപോവേണ്ട. ചേട്ടനാണ് ഞങ്ങളെ കൊണ്ട് ഫോട്ടോഷൂട്ട് അല്ലേ, ഫോട്ടോഷൂട്ട് ഇന്ന രീതിയിൽ ചെയ്യാൻ ചേട്ടനാ പറയണേ. Música de la República. Ajá. ചേട്ടൻ പാടിയ പാട്ട് ആരെയാ? അതെയാ? അല്ലെങ്കിൽ നാട്ടിലെ പാട്ടാണോ ചേട്ടൻ്റെ സ്വന്തമാണോ? അതെയാ? അത് ശരി. ഓ പിന്നെയല്ലേ, നല്ല ആരോഗ്യമായിട്ട് പിന്നെയല്ലേ. ഇവിടെ നല്ലതാട്ടോ. അതേ സഞ്ചാരികൾ എന്തോരാ നോക്കി കണ്ടോ. നമ്മൾ ഈ വീഡിയോയിൽ എത്രമാത്രം കിട്ടണമെന്ന് അറിയാൻ പാടില്ല, കാരണം ഇത് അടുപ്പിച്ച് കാണിക്കാൻ പറയാം. കണ്ടോ, ആമ്പലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിറച്ച് വണ്ടി കണ്ടോ അവിടെ നിന്ന്. കണ്ടോ, ഇതേ കണ്ടോ, നിറച്ച് വണ്ടികൾ ഇങ്ങനെ വന്നിട്ട് ഈ സൈഡൊക്കെ വണ്ടികളാണ്. KSRTCയുടെ ബസ് ഇതേ അവിടെ നേരെ കിടക്കണുണ്ടോ, ബസ് കിടക്കണുണ്ട്. KSRTCയുടെ ഉല്ലാസയാത്രയുടെയാണ്.
പക്ഷെ ഇവിടെ മാത്രമല്ല കേട്ടോ അമ്പലപ്പാടുള്ള, ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ വരുമ്പോഴും അവിടെ ഉണ്ട്. ആ പാടങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നെ. അതിനു മുമ്പും വേറെ ആളുകൾ വേറൊരു ഏരിയയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ആ പാർക്കിംഗ് ഉള്ള ഏരിയ കഴിഞ്ഞിട്ട് ഒരു 2 സ്ഥലം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് കേട്ടോ. Música, 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 te traigo música, 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 música de la República. Ajá. അത് മാത്രമല്ല, നട്ടുച്ചയ്ക്കൊന്നുമല്ലോ, കാലത്ത് എത്ര മണി വരെ ഉണ്ട് ചേട്ടാ? 6 മണി മുതൽ 11 മണി വരെ അല്ലേ? അപ്പം കായലിൻ്റെ അപ്പുറം നേരെ ആലപ്പുഴ ജില്ല, ഇത് കോട്ടയം ജില്ല. അല്ലാതെ കല്യാണ പാർട്ടികൾ നേരത്തെ തന്നെ കല്യാണത്തിന് മുമ്പ് തന്നെ വരും. അവരുടെ സന്തോഷം. അല്ലേ, ശരിക്കും ഇത്ര ആൾക്കാർ വന്നിട്ടും ഇതിനകത്ത് പാടത്ത് തിരക്കില്ല. എന്ന് വെച്ചാൽ അത്രയും വിസ്തൃതമായി നടക്കുക, അത്രയും തിരക്കുണ്ട്. പക്ഷെ ഇത്രയും വിസ്താരമായി കിടക്കുന്നതുകൊണ്ട് തിരക്കില്ല, നമുക്ക് ശാന്തമായിട്ട് പോകാം. പക്ഷെ അത്രയ്ക്ക് ആൾക്കാരെ വന്നത്, എന്തൊരു വണ്ടികളാന്ന് നോക്കിയത്. അവിടെ നോക്കി, ഈ സൈഡ് മാത്രമല്ലല്ലോ, ഉണ്ട്. പിന്നെ ഈ പാടത്തിൻ്റെ അപ്പുറമൊക്കെ ഉണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട് ആളുകൾ. 4 വശത്തും ഉണ്ട്. മീനുണ്ട് ചേട്ടാ? അതെയോ? ഓ അത് ശരി, അതാ നേർക്കാ. ആൾക്കാർ ചൂണ്ടയിടാ? അതെ. പഠിക്കുന്ന കാലത്തൊക്കെ ഭയങ്കര പാട്ടുകാരനെ. ഞാനേ ചേട്ടനെ പൈസ ഒന്ന് കൊടുക്കട്ടെ കേട്ടോ. ലൈഫ് ജാക്കറ്റ് മല്ലരിക്കൽ അമ്പലപ്പാടത്ത് 650. ഇത് വേറെ പാടാന്നേ, ഇത് വേറെ പാടാ. ഇവിടെ ഒരു പാടം മാത്രമല്ല കേട്ടോ, നമ്മൾ ആദ്യം ഇത് 1800 ഏക്കർ, ഇത് 650 ഏക്കർ കേട്ടോ. കേട്ടോ, ഇവിടെ മറ്റേ മത്സ്യബന്ധനത്തിന് പോണ നിറച്ച് വള്ളങ്ങളാണല്ലോ അല്ലേ? ഇത് മറ്റേ കടപ്പുറത്ത് കിടക്കണ അല്ലേ, എന്തോരം ആളുകളല്ലേ. ഇത് 650 ഏക്കർ പാടം. ഫുഡ് വേണോ? ഏതാ ഇവിടെ എന്തെങ്കിലും കുടിവെള്ളം എന്താ ഇവിടുന്ന് വേണമെങ്കിൽ കുടിക്കാം. അതെ എടുക്കണോ? ചേച്ചി തന്നെ? അതെ, ഇവിടെ അടുത്ത് തന്നെ വീട്, അടുത്ത് തന്നെ. കാലത്തൊന്നും കഴിച്ചാൽ ഒരു കുപ്പിവെള്ളം മേടിച്ചു, ഒരു വട മേടിച്ചു, ഉള്ളിവട. 4 മണിക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ, എന്നാലും ഒരു 6:45 ഇറങ്ങി, 5:45 ഇറങ്ങി. ഒരു പൊടിച്ച ഉള്ളിവടാണോ? പഴം മേടിക്കാനാ? വേണമെങ്കിൽ ഒരു ഏത്തപ്പഴം അല്ലേ? ഇപ്പൊ വേണ്ട അല്ലേ? ബ്രേക്ക്ഫാസ്റ്റിന് സമയമൊക്കെ കഴിഞ്ഞു പോയില്ലേ? വേണമെങ്കിൽ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ കഴിച്ചോ, എന്തെങ്കിലും കിട്ടുന്നത് കഴിച്ചോ. ഫ്രണ്ട്സ്, അപ്പം ഇതാണ് മലരിക്കൽ വീഡിയോ അല്ലേ? മലരിക്കൽ വീഡിയോ. ഞങ്ങൾ അവിടെ നിന്ന് പെരുമ്പാവൂരിൽ നിന്ന് 76 കിലോമീറ്റർ യാത്ര ചെയ്ത് ഇവിടുന്ന് എത്ര മണിക്ക് നമ്മളിവിടെ എത്തി? 7:45, 8 മണിയായി. 8 മണിയായി ഞങ്ങളിവിടെ എത്തി കേട്ടോ. 8 മണി, 8:05, 8:10 ആയി ഏകദേശം ഇവിടെ എത്തിയത്. ഏതായാലും ഞങ്ങൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.